തീരുമാനിച്ചു. പക്ഷെ നിങ്ങളുടെ റൂഫ് സ്ട്രോങ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഒരു സാധാരണ സോളാർ പാനലിന് തന്നെ 25-30 കിലോളം ഏകദേശം ഭാരം വരും. അതിൻ്റെയോടൊപ്പം സ്ട്രക്ചറും കൂടി ആകുമ്പോൾ വലിയൊരു ബലമാണ് വരുന്നത്. വിള്ളലുകൾ വീഴാനും ഒരു സാഗിങ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സ്ട്രക്ചർ ഉറപ്പിക്കുന്ന ടൈമിൽ റൂഫ് ഡ്രില്ല് ചെയ്യുമ്പോഴേക്കും കോൺക്രീറ്റിന് ബലമില്ല എങ്കിൽ വിള്ളൽ വീഴാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പാനലിന്റെ ബ്രാൻഡും സബ്സിഡിയൊക്കെ നോക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ റൂഫിന് ബലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു നല്ല കമ്പനിയെ കണ്ട് നിങ്ങളുടെ റൂഫ് കപ്പാസിറ്റി ഇവാലുവേഷൻ നടത്തുക. റൂഫിന്റെ ബലം എത്രയാണെന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. റൂഫ് വീക്ക് ആണ് എങ്കിൽ സ്ട്രക്ചർ താങ്ങാൻ പാകത്തിന് റീഇൻഫോഴ്സ് ചെയ്യണം. സോളാർ എന്ന് പറയുന്നത് 25-30 വർഷത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് കൃത്യമായ പരിശോധന നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുന്നത്. കൂടുതൽ സോളാറുമായി ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.